ഒന്ന് മാത്രമേ മന്ത്രിയോട് ചോദിക്കാനുള്ളൂ, ഇടുക്കിയിലെ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാമോ? പ്രസിഡന്റ്, ഞാൻ നമ്മുടെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചപ്പോൾ മുതൽ നമ്മുടെ നിയോജകമണ്ഡലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിരവധി വികസനങ്ങളുടെ ഫ്ലെക്സുകൾ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. 20 വർഷം MLA ആയിരുന്നു, 5 വർഷം മന്ത്രിയായിട്ടിരുന്ന LDF സ്ഥാനാർത്ഥി നടത്തിയ വികസനങ്ങളെ പറ്റിയിട്ട് പോരം പ്രസംഗിക്കുകയും വികസനം കൊണ്ട് ഇടുക്കി ജില്ലയെ വീർപ്പ് മുട്ടിച്ചു എന്നുമാണ് അവകാശവാദം. അങ്ങയുടെ പഞ്ചായത്തായ വാത്തിക്കുടി പഞ്ചായത്തിൽ വന്നപ്പോൾ ഒരു 117 കോടി രൂപയുടെ ജലജീവൻ മിഷൻ്റെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയതായിട്ട് ഫ്ലെക്സുകൾ കണ്ടു. ആ പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഇവരുടെ വികസനത്തെക്കുറിച്ചുള്ള തുകയൊക്കെ ഇതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നുള്ളൂ. നമുക്കറിയാമല്ലോ, ഇടുക്കി പാക്കേജിനെ കുറിച്ച് 11,000 കോടി രൂപയാണ് ഇടുക്കി ജില്ലയിൽ നടപ്പാക്കിയെന്ന് പറഞ്ഞത്. എവിടെയാണ് എന്താ നടപ്പാക്കിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ഞാൻ മനസ്സിലാക്കുന്നതിന് 22 കോടി രൂപകളൊക്കെ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഞാനും കണ്ടു പലയിടത്തും 117 കോടി രൂപ. ഈ വാത്തുക്കുടി പഞ്ചായത്തിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പൈപ്പ് ഇട്ടു എന്നുള്ള വസ്തുതയാണ്. പൈപ്പ് കൊണ്ട് വെള്ളം വരും. ഈ വെള്ളം വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വാത്തുക്കുടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഇടുക്കി ഡാമിൽ നിന്നും ജലം പമ്പ് ചെയ്ത് 10-ാം മൈലിലെ സംഭരണ ടാങ്കിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഉദയഗിരിയിലും ദൈവമേട്ടിലുമൊക്കെ സപ്ലൈ ടാങ്കുകൾ പണിത് അവിടെ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. ശരിക്കും KSEB ഇതിനു വേണ്ടി ഒരു അനുമതി കൊടുക്കില്ല.